ഒരേ തൊഴിൽ ചെയ്യുന്ന സ്ത്രീയും പുരുഷനും എന്നാൽ സ്ത്രീയായതിന്റെ പേരിൽ മാത്രം നേരിടേണ്ടി വരുന്ന തരംതിരിവ് മികവ് കൊണ്ടും അർഹതയാലും നേടിയ തൊഴിലിൽ പോലും സ്ത്രീകൾ വെല്ലുവിളി നേരിടുന്നു. ശുചീകരണ തൊഴിലാളികൾ മുതൽ ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ വരെ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ. പെണ്ണായതിന്റെ പേരിൽ മാത്രം രണ്ടാം തരത്തിലേക്ക് തഴം താഴ്ത്തപ്പെടുന്നവർ. ജോലിയും കുടുംബവും എന്ന ഇരട്ട ഉത്തരവാദിത്തം കൊണ്ടു നടക്കുമ്പോൾ സ്ത്രീ അർഹിക്കുന്നത് പിന്തുണയാണ്. എന്നാൽ പലപ്പോഴും നേരിടേണ്ടി വരുന്നത് പ്രതിസന്ധികളും വെല്ലുവിളികളും. വരുന്ന 5 ദിവസങ്ങളിൽ ഷീ ന്യൂസ് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. തൊഴിലിടത്തിൽ എവിടെ നിൽക്കുന്നു സ്ത്രീ? സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾ എന്തെല്ലാം? I'm sure it will come to a stage where it's not seen as women's cricket or it's not treated differently than the men's cricket. ക്രിക്കറ്റിൽ ബാറ്റ് കൊണ്ട് മറുപടി നൽകി മിതാലി രാജ്. ലോകം അറിയുന്ന ക്രിക്കറ്റർ. ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയെ നയിക്കുന്ന അവസരത്തിലാണ് മിതാലി ആ ചോദ്യം നേരിട്ടത്. ഇഷ്ടപ്പെടുന്ന പുരുഷ ക്രിക്കറ്റർ ആരാണ്? മിതാലി രാജ് എന്ന സ്ത്രീയിൽ നിന്നാണ് മറുചോദ്യം വന്നത്. ഒരു പുരുഷ ക്രിക്കറ്ററോട് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമോ? ചോദ്യം ചോദിച്ചവർക്ക് മറുപടി നൽകാനായില്ല. സമൂഹത്തിന്റെ കാഴ്ചപ്പാടാണ് നമ്മൾ കേട്ട ചോദ്യം. പുരുഷന്മാർ വാണ കളിക്കളത്തിൽ കളി മികവ് കൊണ്ട് തന്റേതായ ഇടം കണ്ട സ്ത്രീ നേരിട്ട ചോദ്യമാണിത്. Men's cricket or women's cricket, segregating it, and it has helped a lot because a lot of good feedbacks have come from people, and I'm sure there'll be a lot more like these in the coming future years. മിതാലി രാജ് ഒരു ഉദാഹരണം മാത്രം. വാനോളമുയർന്നിട്ടും ഭരണം നയിച്ചിട്ടും കലാകാരിയായി പേരെടുത്തിട്ടും നിരത്ത് വൃത്തിയാക്കാൻ ചൂലെടുത്തിട്ടും സ്ത്രീ ചെയ്യുന്ന കർമ്മം, അവൾ നൽകുന്ന സേവനം, അവരുടെ ഇടപെടൽ രണ്ടാം തരമായി കാണുന്ന കാഴ്ചപ്പാടിന്റെ പ്രശ്നം ഒരു വ്യക്തിയുടേതല്ല, ഒരു കൂട്ടം വ്യക്തികളുടേതാണ്. എല്ലാ ജെൻഡേഴ്സും ഈക്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്താലേ അതൊരു ഹെൽത്തി സൊസൈറ്റിയായി മാറുള്ളൂ എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ ഈ ഒരു വോയിസിങ്ങിന് നമ്മളൊരു ഈ കൂട്ടായ്മ തുടങ്ങിയത്. തുറിച്ചുനോട്ടം കൊണ്ട് പെണ്ണിനെ നേരിടുന്നവർ, മുനവെച്ച ചോദ്യങ്ങളിൽ ഒതുക്കാൻ ശ്രമിക്കുന്നവർ, അർഹതപ്പെട്ട അംഗീകാരം സ്ത്രീ എന്ന ഒറ്റ കാരണത്താൽ നിഷേധിക്കുന്നവർ. സൈബർ ഇടങ്ങളിലും സ്ത്രീ ആക്രമിക്കപ്പെടുകയാണ്. ദിവസവും കാണുന്ന ചില പരസ്യങ്ങളും സിനിമകളും പോലും നിശബ്ദം കൈമാറുന്ന ഒരു ഇമേജുണ്ട്. സ്ത്രീ എന്നാൽ തൊലിപ്പുറത്തെ കാഴ്ചയെന്നും ആണിടങ്ങളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടവളുമെന്ന്. 70 ആണ്ട് പിന്നിടുന്ന ജനാധിപത്യ ഇന്ത്യയുടെ രാഷ്ട്രീയം പോലും വനിതകളെ രണ്ടാം തരക്കാരായി കാണുന്നതായി പരാതി കേൾക്കാം. കേരള രാഷ്ട്രീയത്തെക്കുറിച്ചോ ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചോ ഒരു പെണ്ണ് സംസാരിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഇത്തരം സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഒരു പെണ്ണ് ഇടപെടേണ്ടതില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയം ഇല്ലേ എന്നുള്ള രീതിയിലാണ് പലരുടെയും മനോവിചാരം ഇപ്പോഴും മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഒരാളെ തകർക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരെ തൊഴിലിലായാലും അല്ലെങ്കിൽ അവരെ ജീവിതത്തിലായാലും ഈ ഏത് മാർഗം ഉപയോഗിച്ച് അവരെ തകർക്കാമെന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. നിയമങ്ങളും നിയമഭേദഗതികളും മാത്രം പോരാ, മാറ്റം വേണ്ടത് സമീപനത്തിലാണ്, കാഴ്ചപ്പാടിലാണ്. അതിന് നാം ഇനിയും മാറേണ്ടിയിരിക്കുന്നു. ഐശ്വര്യ സുമിത്രൻ, മാതൃഭൂമി ന്യൂസ്. തൊഴിലിടത്തിൽ എവിടെ നിൽക്കുന്നു സ്ത്രീ? സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾ എന്തെല്ലാം? ഈ വിഷയം ഷീ ന്യൂസ് ചർച്ചയ്ക്കെടുക്കുമ്പോൾ നമുക്കൊപ്പം ചേരുന്നത് മാധ്യമപ്രവർത്തകയായ ധന്യാരാമൻ, സാമൂഹ്യ പ്രവർത്തകയായ ശാരദകുട്ടി ടീച്ചർ എന്നിവർ. ഇരുവർക്കും സ്വാഗതം ഷീ ന്യൂസിലേക്ക്. ആദ്യം ശ്രീമതി ധന്യാരാമനിലേക്ക്. വേർതിരിവ് തിരിച്ചറിയാൻ പോലും ആവാത്ത രീതിയിൽ കാഴ്ചപ്പാടുകൾക്ക് ഇരുത്തം വന്നിരിക്കുകയാണ്. സ്ത്രീ എന്നാൽ ഇതാണ്, അവൾ ഇത്രയ്ക്കേയുള്ളൂ. അതിൽ വരുന്ന തിരുത്ത് വിരളമായ കാഴ്ചയാണ്. നമ്മൾ കടന്നു വന്ന കുടുംബവും വായിച്ച സാഹിത്യവും കണ്ട സിനിമകളും കാഴ്ചകളും ഒക്കെ അതിൽ എത്രത്തോളം പങ്കുവഹിക്കുന്നു ശ്രീമതി ധന്യാരാമൻ? തീർച്ചയായിട്ടും ഈ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും ആദ്യം വരുന്ന ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പകുതി ജനത എന്ന് പറയുന്ന സ്ത്രീകളാണ്. അപ്പോൾ രാഷ്ട്ര നിർമ്മിതിയിൽ പങ്കാളികളാവേണ്ടവരാണ് സ്ത്രീകൾ. പക്ഷേ നമുക്ക് നിർഭാഗ്യവശാൽ നമുക്കിന്നത് കഴിയുന്നില്ല. അപ്പോൾ ഏതൊരു സമൂഹത്തിൻ്റെയും പുരോഗതി നമ്മൾ അളക്കേണ്ടത് ആ സമൂഹത്തിലെ സ്ത്രീ അനുഭവിക്കുന്ന അന്തസ്സിനെ അളവുകോലാക്കിക്കൊണ്ട് തന്നെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് സ്ത്രീകളുടെ പദവിയും അവകാശങ്ങളൊക്കെ സംരക്ഷിക്കാനായിട്ട് ധാരാളം നിയമങ്ങളുണ്ട്. അത് കുടുംബ നിയമങ്ങളായാലും ക്രിമിനൽ നിയമങ്ങളായാലും അതുപോലെ തന്നെ തൊഴിൽ നിയമങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ ഇന്നോളം വരെ പ്രാവർത്തികമാക്കാൻ ഒരു ഭരണകൂടത്തിനും സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ നിയമനിർമ്മാണം കൊണ്ട് മാത്രം ഇത് മാറ്റാൻ പറ്റുന്ന ഒരു സംഗതിയല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. കാരണം ഇത് ചില ആളുകളുടെ മനസ്സിലെ ചില
ഭാവങ്ങളുണ്ട്. അത് തകർക്കപ്പെടാതെ സ്ത്രീയെ ഒരു നല്ലൊരു മനുഷ്യനായി പരിഗണിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് പൊതുസമൂഹം എത്തില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെപ്പോഴും പറയുന്നുണ്ട് ഏത്താപ്പൂ സമരം, ചാന്നാർ ലഹള തൊട്ട് നമ്മൾ നിൽക്കുകയാണ്. ഒരു സ്ത്രീ മാറിമറിക്കാനായിട്ട് അന്ന് തുടങ്ങിയ ആ സമരം നമ്മൾ വസ്ത്രം ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിലപ്പുറത്തേക്ക് നമുക്ക് എന്ത് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ശക്തമായ ഒരു പ്രതിരോധ നിര തീർത്തുകൊണ്ട് മുമ്പോട്ടേക്ക് കടന്നു വരാനായിട്ട് ഇനിയും സ്ത്രീകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെ വലിയൊരു ദൗർഭാഗ്യമായിട്ട് ഇന്നും തുടരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തൊഴിലിടങ്ങളിലായാലും അല്ലെങ്കിൽ ഒരു തൊഴിലിടങ്ങളിലും ആർക്കും ചെന്ന് കയറി അവിടെ എന്തൊക്കെ നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ട് എന്നതുപോലും നമുക്ക് നമ്മുടെ ഭരണകൂടങ്ങൾക്കോ അല്ലെങ്കിൽ നമുക്ക് ആയി കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾക്കോ അത് പരീക്ഷിക്കാനോ അത് ചെക്ക് ചെയ്യാനോ പോലും സാധിക്കാത്ത ഒരു ലോകത്താണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. തീർച്ചയായും ധന്യരാമൻ, മാറേണ്ടത് ഒരാളുടെ മാത്രമല്ല, നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ കാഴ്ചപ്പാട് തന്നെയാണ്. ശാരദക്കുട്ടി ടീച്ചർ, സ്ത്രീകൾക്ക് രാത്രി സഞ്ചാരത്തിന് പോലും സ്വാതന്ത്ര്യമില്ലാത്ത നാടാണ് നമ്മുടേത്. ഇതിനു വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം എങ്ങനെ നോക്കിക്കാണുന്നു ഇതിനെ? ഇത് ഒരു സാമൂഹിക അവസ്ഥയെ മാറ്റാൻ വേണ്ടി നൂറ്റാണ്ടുകളായിട്ട് സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീകളെ അനുകൂലിക്കുന്ന, സ്ത്രീകളോട് അനുകൂല മനോഭാവമുള്ള സമൂഹവും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പുറത്തേക്ക് കടക്കും തോറും ഈ നമ്മൾ ഒരു തുരങ്കം ഉണ്ടാക്കി ആ തുരങ്കത്തിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കും തോറും വീണ്ടും വീണ്ടും വലിയ ഇരുണ്ട ഗുഹകളിലേക്ക് ചെല്ലുന്നത് പോലെയുള്ള അനുഭവങ്ങളാണ് നമുക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം വിമോചനം ആഗ്രഹിച്ചിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുവോ അത്രത്തോളം വീണ്ടും വീണ്ടും പീഡനങ്ങളിലേക്കും ദുരന്തങ്ങളിലേക്കും പോകുന്ന ഒരവസ്ഥ. ഇത് ഇനി ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ഇരുന്ന് പറയേണ്ടി വരുമോ എന്ന് ഭയപ്പെടുത്തുന്ന പോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ ഇപ്പൊ ഈ നമ്മളുടെ പ്രിയപ്പെട്ട ഒരു പെൺകുട്ടിക്ക്, ഒരു സിനിമാ താരത്തിന് സംഭവിച്ച ഈ ദുരന്തം ഇത്രയും അല്ലെങ്കിൽ ഈ ഒരു അവർക്ക് നേരെ ഉണ്ടായ ആക്രമണം ഇത്രത്തോളം ചർച്ചയ്ക്ക് വിഷയമായതുകൊണ്ട് ആ പെൺകുട്ടി വിജയിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വിജയത്തിന്റെ പാതയിലാണ് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പാർവതി എന്ന് പറയുന്ന നടി അവരുടെ അനുഭവം വിളിച്ചു പറയുന്നു. ഈ വിളിച്ചു പറയുന്നതിലൂടെ ഓരോ വിഗ്രഹങ്ങൾ ഉടയ്ക്കപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് ചേഞ്ച് ആയിട്ട് തന്നെ കാണണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് വിജയിച്ചു എന്ന് പറയാൻ ഇപ്പോ സിനിമാ മേഖല മാത്രമല്ല, മാധ്യമ പ്രവർത്തകരുടെ മേഖല എടുത്താലും ഒന്നും വേണ്ട, തൊഴിൽ മേഖലയാണല്ലോ വീടും, തൊഴിലിടമാണല്ലോ വീടും. ആ വീട്ടിൽ പോലും എത്രമാത്രം ഒരു അഭിപ്രായത്തെ, തൻ്റെതായ ഒരു അഭിപ്രായത്തെ സ്ഥാപിച്ചു കൊണ്ടുവരുവാൻ ഒരു സ്ത്രീക്ക് എത്രമാത്രം സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നു. വെറുതെ പാർവതി, സിനിമാ താരമായ പാർവതി പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമായിരുന്നു. പാർവതി പറഞ്ഞു, ഇവര് ഇതിനൊക്കെ അവകാശപ്പെട്ടവരാണ്, ഇതൊക്കെ വളരെ നാച്ചുറൽ ആണ്, വളരെ നോർമൽ ആണ് എന്നുള്ള അവസ്ഥയിലാണ് ഇവർ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്. വീടുകളിലും ഇങ്ങനെ തന്നെയാണ്, ഇതൊക്കെ നോർമലാണ്. അബ്നോർമൽ ആയിട്ടുള്ള സ്ത്രീകളാണ് ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പെണ്ണിന് എന്തിന്റെ കേടാ, ഈ പെണ്ണിന് എന്തിന്റെ സൂക്കേടാണ് എന്നാണ് തുറന്ന് സംസാരിക്കുന്നത്. ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ രീതിയിലുള്ള സംസാരങ്ങൾ കൊണ്ട് പോലും വലിയ പോരാട്ടങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മറക്കുകയാണ്. വലിയ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ നമ്മൾ വെറുതെ നേരം ഉണ്ടായിട്ടും പണിയില്ലാഞ്ഞിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ല. ഓരോ വാക്കും ഓരോ യുദ്ധമാണ്, ഓരോ ആശയവും ഓരോ യുദ്ധമാണ്. അത് മനസ്സിലാക്കാതെ വരാൻ പോകുന്ന വലിയ തലമുറകൾക്ക് വേണ്ടി കൂടിയാണ് ഓരോ സ്ത്രീയും ക്ഷതങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ യുദ്ധത്തിൽ പങ്കാളിയാകുന്നത്. ഇപ്പൊ ഞാനിവിടെ ഒരു അഭിപ്രായം പറയുമ്പോൾ അതിന്റെ ക്ഷതങ്ങൾ എനിക്ക് എന്റെ വീട്ടിലേൽക്കേണ്ടി വരാം, സമൂഹത്തിലേൽക്കേണ്ടി വരാം, എന്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഞാൻ തഴയപ്പെടാം, എന്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഞാൻ അപമാനിക്കപ്പെടാം. ഇതിലൊക്കെയുള്ള സാധ്യതകളുണ്ട്. ഓരോ പോരാട്ടത്തിലും നമ്മുടെ ദേഹത്ത് മുറിവുകൾ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. ഈ മുറിവുകൾ ഏറ്റുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അല്ലാതെ നമ്മൾ ആളാകാൻ വേണ്ടി പറയുന്നതാണെന്നുള്ള മട്ടിൽ ആക്ഷേപിച്ച് അടിച്ചൊതുക്കുന്ന രീതി എല്ലായിടത്തും ഉണ്ട്. ഞാൻ കോളേജിലൊക്കെ വർക്ക് ചെയ്തയാളാണ്. പ്രിൻസിപ്പൽ ഉണ്ടാകും, പ്രിൻസിപ്പലിന് ഒരു കോക്കസ് ഉണ്ടാകും, ആ പ്രിൻസിപ്പലും ആ കോക്കസും കൂടി ഒരു അധികാര കേന്ദ്രം ഉണ്ടാക്കും. അവിടെ തുറന്ന് സംസാരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്ന സ്ത്രീയോട് അവിടെ ഇരിക്കൂ എന്ന് പറയുന്ന അധികാര കേന്ദ്രങ്ങളുണ്ട്. റെസിഡൻസ് കോളനികളിലോ റെസിഡൻസ് അസോസിയേഷനുകളിലും തുറന്ന അഭിപ്രായം, ഇന്ന് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞുള്ളൂ, തുറന്ന അഭിപ്രായം പറയാൻ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കൂ, നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഈ തരത്തിൽ ഉള്ള എല്ലാ പരിശ്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് നിരന്തരം മുറിവുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള യുദ്ധത്തിൽ പങ്കാളിയാവുക എന്നുള്ള അഭിമാനത്തോടെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് നിലനിൽക്കുന്നത്. ശ്രീമതി ധന്യരാമൻ, സമൂഹത്തിലുണ്ടാവുന്ന ദുഷ്പ്രവണതകളെ അല്ലെങ്കിൽ നിയമലംഘനങ്ങളെ തുറന്നു കാട്ടാൻ നിയോഗിക്കപ്പെട്ടവരാണ് മാധ്യമപ്രവർത്തകർ. എന്നാൽ സൈബർ ഇടങ്ങളിൽ വനിതാ മാധ്യമപ്രവർത്തകർ പോലും ആക്രമണങ്ങൾ നേരിടുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. അതിന് നമ്മൾ സാക്ഷികളാവുകയാണ്. സൈബർ ഇടത്തിലും സ്ത്രീ രണ്ടാം തരക്കാരിയാവുന്നുണ്ടോ?
തീർച്ചയായിട്ടും സൈബർ ഇടത്തിലെ ആക്രമണം നമുക്ക് സഹിക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഒരു പെണ്ണിനില്ല എന്ന് കാണിക്കുന്ന ഒരു സ്പേസായി മാറിക്കഴിഞ്ഞു സൈബർ ഇടം എന്ന് പറഞ്ഞാൽ. സൈബർ ക്രൈം നമ്മൾ ഈ പറയുന്ന പോലെ സ്ത്രീകൾക്കെതിരെയുള്ള സൈബർ ക്രൈം 2010 ഒരു 10% ഉണ്ടായിരുന്നുള്ളെങ്കിൽ 2017 ആയപ്പോഴത്തേക്ക് അത് 35% വർദ്ധിച്ചിട്ടുണ്ട്. ഒരു പെണ്ണിനെ ഒരു സൈബർ ലോകത്ത് കിട്ടുമ്പോൾ ഈ പ്രതി നേരിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രമാത്രം അവളെ ആക്ഷേപിക്കാം, അപമാനിക്കാം എന്നുള്ളതിൻ്റെ മാക്സിമം ചെയ്യാൻ പറ്റുമോ അത്രയും അവരത് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി കൂടുതൽ പ്രതികരിച്ച് മുമ്പോട്ടേക്ക് വരുന്ന സ്ത്രീകൾ, ഒന്ന് മാധ്യമ പ്രവർത്തകർ, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ, അല്ലെങ്കിൽ നന്നായി എഴുതുന്നവർ, സമൂഹത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും സാമ്പത്തിക ഇതൊക്കെ നമ്മൾ തുറന്ന എഴുത്തിൽ നടത്തുന്നവരെല്ലാം തന്നെ ആക്രമണത്തിന് ഇരയാവുകയാണ്. അതും ഏറ്റവും മോശം ഭാഷയിൽ. ആ ഭാഷ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പോലും പറ്റാത്ത ഭാഷയാണ്. നമ്മളെപ്പോഴും പറയും സ്ത്രീക്ക് തുല്യ പദവി. ആ തുല്യ പദവിയും തുല്യനീതിയൊക്കെ ഇന്നും എവിടെയോ നിൽക്കുകയാണ്. കാരണം തൊഴിലിടത്തിലായാലും നമ്മൾ പറയുന്നുണ്ട്, വർണ്ണ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനെ തരംതിരിക്കാൻ തുടങ്ങി. അപ്പോൾ മുതൽ തന്നെ തൊഴിലിലും തരംതിരിക്കപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ജനിച്ചു വീഴുന്നത് തന്നെ. അപ്പോൾ ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവൾ ചെയ്യുന്ന തൊഴിലിനോടൊപ്പം തന്നെ അവിടെ സാമൂഹ്യ സാമ്പത്തിക ഉച്ചനീചത്വങ്ങളുടെ പല തട്ടുകളായി തിരിക്കപ്പെടുകയാണ്. അപ്പോൾ ഒരു വിഭാഗത്തിലുള്ള സ്ത്രീകൾ അവരുടെ കുറച്ച് പ്രിവിലേജസ് അവർ അനുഭവിക്കുന്നുണ്ടെങ്കിലും കുറേ സാമൂഹ്യമായും സാമ്പത്തികമായും താഴ്ന്ന ഇടങ്ങളിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ദുരിതങ്ങൾ ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. തൊഴിലിലായാലും ജീവിതത്തിലായാലും ഇതിനൊക്കെ ഒരു കൃത്യമായിട്ടുള്ള മാറ്റം കൊണ്ടുവരേണ്ടത് ഭരണകൂടവും പൊതുസമൂഹവും തന്നെയാണ്. പക്ഷേ ഭരണകൂടം എപ്പോഴും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു താൽക്കാലികമായിട്ടുള്ള പരിഹാരം മാത്രം കണ്ടുകൊണ്ട് അതിനെ അങ്ങ് ഉപേക്ഷിക്കുകയാണ്. കാരണം അത്രേ അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു ധാരണയാണ്. പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഒരു ആറ്റുകാൽ പൊങ്കാല വരുമ്പോൾ ഇത്രയും സ്ത്രീകൾ മുമ്പോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷേ സ്ത്രീകളുടെ അവകാശങ്ങളോ പദവിക്കോ വേണ്ടി അവർ ഇത്രയും ആളുകൾ ഒരുമിച്ച് ഇറങ്ങുന്നില്ല എന്നുള്ള വലിയൊരു പോരായ്മ നമുക്കിടയിലുമുണ്ട്. ശക്തമായ പ്രതിരോധ നിര തീർത്ത് ശബ്ദിച്ച് മുമ്പോട്ടേക്ക് വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെയൊക്കെ തുല്യനീതി നമുക്ക് ഇനി നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. അത് എവിടെയായിരുന്നാലും, തൊഴിൽ മേഖലയിലായിരുന്നാലും സ്വന്തം വീട്ടിലായിരുന്നാലും ഒരു പെണ്ണിന് തുല്യനീതി ലഭിക്കണമെങ്കിൽ ശക്തമായ പ്രതിരോധ നിര ഉയർത്തി തീർച്ചയായും സ്ത്രീ സംസാരിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു. അവളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു. അതിൽ കൂടുതൽ മറ്റെന്തൊക്കെ വന്നാലും അവിടെ നിന്ന് വേണം ഒരു തിരുത്ത് ആരംഭിക്കാനെന്നാണ് ഞാൻ കരുതുന്നത്. ശാരദകുട്ടി ടീച്ചർ, ഈ ഒരു തിരുത്ത് എവിടെ നിന്നാണ് സാധ്യമാവുക? അല്ല, ആ തിരുത്തലിന്റെ പാതയിലാണ് നമ്മൾ ഇപ്പൊ ധന്യരാമൻ പറയുന്നതും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതും ആ തിരുത്തലിന്റെ ഭാഗമാണ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു പടക്കളത്തിലാണ്, നിരന്തരം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നിരന്തരം വാളുകൾ നമ്മുടെ ദേഹത്ത് വീണുകൊണ്ടിരിക്കുന്ന ഒരു പടക്കളത്തിലാണ്. പിന്മാറാതെ മുന്നേറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തെല്ലാം കൊണ്ടും എന്നെ പിന്മാറ്റാൻ കഴിയില്ല എന്ന് ഞാനൊരു തീരുമാനമെടുക്കുന്നത് പോലെ ഒരു സംഘം സ്ത്രീകൾ തീരുമാനമെടുക്കുകയാണ്. ആ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ക്ഷതങ്ങളാണ് സ്ത്രീകൾ കൂടുതൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ക്ഷതങ്ങൾ ഏറ്റുവാങ്ങിയാലും ഇത് എന്റെ തലമുറകൾക്ക് വേണ്ടിയുള്ള എന്റെ ദൗത്യമാണ്. എനിക്ക് ഭാഷ തന്നിരിക്കുന്നത്, എനിക്ക് വിദ്യാഭ്യാസം തന്നത്, എനിക്ക് വേണ്ടി സർക്കാർ പൊതുമുതൽ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒക്കെ എന്റെ വരുന്ന തലമുറകൾക്ക് ഞാൻ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥയാണ് എന്നുള്ള ബോധത്തോടെ നമുക്ക് ലഭിച്ച വിദ്യാഭ്യാസവും നമുക്ക് ലഭിച്ച അറിവും നമുക്ക് ലഭിച്ച ജ്ഞാനവും നമുക്ക് കിട്ടിയിരിക്കുന്ന ആത്മാഭിമാനവും വരുന്ന തലമുറയിലെ പെൺകുട്ടികളിലേക്ക്, വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക തന്നെയാണ്. ആ ഒരു പോരാട്ടത്തിന്റെ പാതയിലാണ്. അതുകൊണ്ട് എനിക്ക് എതിരെ വരുന്ന കല്ലുകൾ ഞാൻ എന്റെ അടിത്തറയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ കല്ലുകളിൽ കയറി നിന്ന് ഞാൻ അടുത്ത കല്ലേറ് വാങ്ങാനായിട്ട് തയ്യാറാവുകയാണ്. അതിനാണ് ഓരോ സ്ത്രീയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറുകളെ അടിത്തറയാക്കിക്കൊണ്ട് ആ ഏറുകൾ എറിയുന്ന കല്ലുകളെ നമുക്ക് നിൽക്കാനുള്ള തറയാക്കിക്കൊണ്ട് വീണ്ടും 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 പോരാടുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. ഇതിനിടയിൽ വേണം മരണപ്പെട്ടു പോയേക്കാം. അങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വീണ്ടും ഇത് ഈ ഓരോ തുള്ളി ചോരയിൽ നിന്ന് 1000 പേര് ഉയരുന്നു എന്ന് പറയുന്ന പോലെ എന്റെ കൂടെ ഒരുപാട് സ്ത്രീകളുണ്ട്, ധന്യരാമന്റെ കൂടെ ഒരുപാട് സ്ത്രീകളുണ്ട്, ആക്രമിക്കപ്പെട്ട നദിയുടെ കൂടെ ഒരുപാട് സ്ത്രീകളുണ്ട്. അങ്ങനെ ഓരോ സ്ത്രീയിൽ നിന്ന് 1000 സ്ത്രീകൾ ഉയരുക തന്നെയാണ്. എനിക്ക് വളരെ പ്രത്യാശയാണ് സ്ത്രീകളുടെ പ്രവർത്തനങ്ങളിലും വാക്കുകളിലും അവരുടെ ശക്തിയിലും അവരുടെ ആത്മാഭിമാനത്തിലും. എന്തെല്ലാം ആക്രമണങ്ങൾ നേരിട്ടാലും അവർ പിന്തള്ളപ്പെട്ടു പോവില്ല. അവർ മുന്നേറുക തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് പ്രത്യാശ. തീർച്ചയായും മാറ്റങ്ങളുടെ പാതയിൽ തന്നെയാണ്. നിലവിലെ സാഹചര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതും അത് തന്നെയാണ്. ഭരണകൂടമായാലും നിയമമായാലും നിലവിലെ സാഹചര്യത്തിൽ സ്ത്രീക്ക് അനുകൂലമായി തന്നെ പ്രവർത്തിക്കുന്നു എന്ന് വേണം പ്രത്യാശിക്കാൻ. വളരെ നന്ദി ശാരദകുട്ടി ടീച്ചർ, ശ്രീമതി ധന്യരാമൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. വരും ദിവസങ്ങളിലും ഈ ചർച്ച തുടരുന്ന